ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സെപ്റ്റംബർ 18 വരാപ്പുഴ തിരുപ്പതിയിലെ ചിറ്റൂർ തിരുക്കുടുംബ ദൈവാലയത്തിൽ ഒരു മനോഹരമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുകയുണ്ടായി. വളരെ അടുത്ത് പരിചയമുള്ള ഒരച്ഛനാണ്. അച്ഛൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഓർക്കണേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള അച്ഛനാണല്ലോ എന്നൊക്കെ വളരെ സുന്ദരമായ കമൻറ്റുകൾ വായിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല, അച്ഛനെ പരിചയമുള്ളവർക്കൊക്കെ അച്ഛനെപ്പറ്റി പറയാനുള്ളത് എന്ന് പറയുന്നത് ഒരു വിശുദ്ധനായൊരു വൈദികനാണെന്ന് പറയും. കുർബാന ചൊല്ലുന്നതിന് മുമ്പൊക്കെ ഒരു ഒരുക്കമുണ്ട് അച്ഛൻ്റെ. മുട്ടുകുത്തി നിന്നുകൊണ്ട് അച്ഛൻ്റെ പ്രാർത്ഥന കാണുമ്പോൾ അച്ഛൻ ആദ്യമായിട്ട് കുർബാനയെല്ലാം പോകണമെന്ന് വിചാരിച്ചു. യാമപ്രാർത്ഥനയുടെ പുസ്തകം അച്ഛൻ്റെ കയ്യിലുണ്ടാകും, അതുകൂടാതെ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ടാകും, സകല വിശുദ്ധരുടെയും നൊവേനയുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലും കാറിലും അവിടെയൊക്കെ ആയിട്ടുണ്ടാകും. സ്വർഗം ഭൂമിയിൽ കൊണ്ടുവന്ന് ആ സ്വർഗത്തിൻ്റെ ഉള്ളിലായിരിക്കാൻ ആഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിച്ച ഒരു വലിയൊരു വിശുദ്ധനാണ് ബഹുമാനപ്പെട്ട ജോളി തപ്പലോടത്തച്ഛൻ എന്ന് ഞാൻ പറഞ്ഞ പരിചയമുള്ള ഒരാൾ പോലും അതിനെതിര് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറ തീർന്ന ഒരാട്ടിടയൻ്റെ ഗുണം അതിങ്ങനെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഒരു ശുദ്ധനായ ആട്ടിടയനായിരുന്നു സ്നേഹമുള്ള ജോളിയച്ചൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോളിയച്ചനെ പറ്റി നിങ്ങൾ അറിയണം. ജോളിയച്ചന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജോളിയച്ചനോട് പ്രാർത്ഥിക്കണം. തീ പിടിച്ച ആത്മാവെന്നാണ് ഞങ്ങൾ കളിയാക്കിയിരുന്നത്. അത് കളിയായിരുന്നില്ല, അത് കാര്യമായിരുന്നു. ഇപ്പോൾ എന്നേക്കുമായിട്ട് ശരീരം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ അച്ഛൻ തീർച്ചയായും ഒരുപാട് പേരുടെ നിയോഗങ്ങൾ തമ്പുരാൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് അത് നിറവേറ്റി തരും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 27 വർഷം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യ ജീവിതത്തിലൂടെ 200 വർഷത്തിലധികം ജീവിച്ചാൽ ചെയ്തു തീർക്കാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചിറ്റൂർ തിരുക്കുടുംബ ദൈവാലയത്തിലെ സെമിത്തേരിയിൽ ഇനി അണയാതെ തിരികളിങ്ങനെ കത്തി നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല.